മമ്മി ഡാഡി വീട്ടിലൊക്കെ അടിക്കടാ, മമ്മി ഡാഡിക്ക് വാങ്ങിച്ചോ. മൂപ്പര് നല്ല മലയാളം കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാംഗോ ഉണ്ടില്ലേ, ഇത് 12 എണ്ണത്തിന് 800 അല്ലേ, 800 കേട്ടോ. ഇത് സംഗതി ഭയങ്കര മാംഗോ ആണ്, ഐ മീൻ എക്സ്പെൻസീവ് ആണ്. ഇത് ഗോവത്തെ ലോക്കൽ മാംഗോ ആണ് അല്ലേ, ലോക്കൽ മാംഗോ ഫ്രം ഗോവ. പിന്നെ അതേപോലെ ഇന്നലെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങിയിരുന്നു, 5 ബോക്സിന് 200 രൂപ. അപ്പോൾ അതേപോലെ ലേഡീസിൻ്റെ ഒക്കെ ഒരുപാട് ഗാർമെൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ഇത് നോക്കി ഇസ്കോബി ഇതാണ് എൻട്രി. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പഴയ കിടിലൻ ചർച്ച ഉണ്ടോ. ടിക്കി ഡോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വെച്ചാൽ നമ്മൾ പോടല്ലേ ഓൾഡ് ഗോവ കേട്ടോ. ഞങ്ങളിപ്പോൾ വരുന്നത് പഞ്ചി എന്നാണ് വരുന്നത്. പഞ്ചി നമുക്കറിയാലോ ഗോവൻ്റെ തലസ്ഥാനമാണ്. അവിടുന്ന് നേരെ വന്നു. ഇന്നലെ നമ്മളെവിടെയായിരുന്നു, വാഗ ബീച്ചിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വേറൊരു ബീച്ച് കൊണ്ടിട്ടല്ലോ, എൻ്റെ പേര് കലങ്കോട്ട് ബീച്ചിലോ, അങ്ങനെ 2 ബീച്ച് എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോൾ നേരെ വന്നത് ഇതാ ഓൾഡ് ഗോവ കേട്ടോ. ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. ഇറങ്ങി ആ ഒരു ബസ്സിലോട്ട് വന്നത്. ഇറങ്ങിയ ഉടനെ അവിടെയുള്ള ഒരു മച്ചാനോട് ചോദിച്ചു, ഇവിടുത്തെ ലോക്കലൊന്നും അല്ല എന്നാലും പറഞ്ഞു ഇവിടെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് എന്താ, ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ ചർച്ച് ടെമ്പിളൊക്കെയാണ് കാര്യമായിട്ട് ഈ ഓൾഡ് ഗോവയിൽ വരുന്നത്. അപ്പോൾ അവിടെ ഒരു പഴയ ചർച്ച്, പുതിയ ചർച്ച്, എന്തായാലും പോയി നോക്കട്ടോ. ഇതൊക്കെ ഇവിടെ ഇത് ഗാന്ധിജിൻ്റെ പ്രതിമല്ലേ മുസ്വറ, ഗാന്ധിജിൻ്റെ പ്രതിമല്ലേ. വാവോ, മഹാത്മാഗാന്ധി ഇൻ ഓൾഡ് ഗോവ. എന്തായാലും നമുക്ക് പോയി നോക്കട്ടെ. ഇവിടെ ചർച്ച ഉണ്ട്. പിന്നെ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഓൾറെഡി ടയേർഡാണ്. കാരണം ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലായിരുന്നു. ബീച്ചിൽ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനായിരുന്നു, പക്ഷേ ടെൻ്റൊന്നും അടിക്കാൻ പറ്റിയില്ല. ബീച്ചിൽ തന്നെ നോർമൽ അങ്ങനെ കിടന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല കാറ്റ്, അടിപൊളി വൈബ്. ഈ ഒരു മച്ചാനാണ് ഉറക്കത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. ബസ്സിൽ വരുമ്പോൾ കണ്ണിങ്ങനെ അതൊക്കെ ഇങ്ങനെ അടഞ്ഞ് പോവാം. ഓൾമോസ്റ്റ് ടയേർഡാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം. ഇതാണ് ഇവിടെ ചർച്ച്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കലാ. ഓക്കെ. ഇവിടെ ഒരു സംഗതി എന്താ, ഭയങ്കര കഷ്ടം കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഇത് കീറിയതാണ് കണ്ടത്. ഇവിടെ ഒരു ഹോട്ടൽ വലിയ ചായ കുടിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ എഴുതി. രാവിലെ ചായ കുടിക്കാൻ ചായ ഇട്ടേണ്ട സ്ഥലമൊന്നുമില്ല. ആ റോഡിൽ പോയി നോക്കി അവിടെ ഒന്നുമില്ല. ഇതാണ് ഈ റൗണ്ട് അബൌട്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഒരു ചർച്ചുണ്ട്, ഇവിടെ ഒരു ചർച്ചുണ്ട്, ബസിലിക്കാറിനൊരു ചർച്ചും. പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടവർ ചർച്ചും ഉണ്ടെന്ന് ഒരു യങ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വയസ്സായ ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആൻസർ തരുന്നില്ല കേട്ടോ. എന്താ അറിയില്ല, അവർ ബിസി ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടറായിരിക്കും. അപ്പോൾ മാക്സിമം ഞാനും മുസ്ലിം പ്ലാൻ ചെയ്തത് യങ് ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പോൾ അത് കോട്ടെ. അപ്പോൾ ഈ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പഴം വാങ്ങാൻ വന്നതാണ്. പഴം ഉണ്ട്, ഇവിടുത്തെ ഒരു ഐറ്റംസ് ഉണ്ടാകും. ഐറ്റംസ് പറഞ്ഞാൽ മാംഗോ ആണിത്. ഈ ഒരു മാംഗോ ഉണ്ടില്ലേ, ഇത് 12 എണ്ണത്തിന് 800 അല്ലേ, 800 കേട്ടോ. ഇത് സംഗതി ഭയങ്കര മാംഗോ ആണ്, ഐ മീൻ എക്സ്പെൻസീവ് ആണ്. ഇത് ഗോവത്തെ ലോക്കൽ മാംഗോ ആണ് അല്ലേ, ലോക്കൽ മാംഗോ ഫ്രം ഗോവ. പിന്നെ ഇതും ഉണ്ട്. എന്തായാലും അപ്പോൾ ഇതൊന്നും എടുക്കല്ലേ, ഇതൊന്നും എടുക്കണേ. ഏക്കില്ലല്ലോ फिर वो बना केला भी लिया. ഓക്കെ, സംഗതി എന്താ വെച്ചാൽ ചായയും ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് എടുക്കട്ടെ. അല്ലാണ്ട് ഗതികേട് കൊണ്ടാണ്, അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെങ്കിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതാ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, മുസ്ഫർ കണ്ടെത്തിയ വഴിയാണ്. ബനാന ആകുമ്പോൾ പ്രോട്ടീൻ ഉണ്ടാവും, പ്രോട്ടീൻ സേവ് ചെയ്യാം. പക്ഷേ എന്നിട്ട് ഇതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമുക്ക് ഇവിടുത്തെ ചർച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. നല്ല മരം, നല്ല തണൽ. ഇവിടെ ഞങ്ങൾ ഇരിക്കാൻ പോകട്ടോ. ഞങ്ങൾ കുറച്ച് ബനാന വാങ്ങിയാണ്, കാരണം ഇവിടെ ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ പ്ലാൻ ബി എന്താ വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. കഴിഞ്ഞ വിഷ്വൽസ് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അത് കഴിക്കണം. എന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം. നല്ല തണലുള്ളൊരു ഏരിയ കേട്ടോ. ഇന്ന് ക്ലൈമറ്റ് ഓക്കെയാണ്. എന്താ അറിയില്ല, മഴ വരാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇന്നലെ ഭയങ്കര ചൂടായിരുന്നു. ഈവൻ ഈ മച്ചാനെ ബസ്സിൽ പോകുന്ന സമയത്ത് തന്നെ അങ്ങനെ ആടി തൂങ്ങി ഉറങ്ങിയിട്ടാണ് പോയത്. കാരണം എന്താ വെച്ചപ്പോൾ ചൂടുകൊണ്ടാണ് ഉറങ്ങണതെന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ആ പ്രശ്നമില്ല, നല്ല മോശം പൊളി, ഐ മീൻ വെതർ ഉഷാറാണ്. ഞാൻ പഴയെടുക്കേ കഴിക്കാം, എന്നിട്ട് എക്സ്പ്ലോറിങ് തുടങ്ങട്ടെ. ഇനിയിപ്പോൾ ഈ ഓൾഡ് ഗോവ എന്ന് പറഞ്ഞാൽ പഴയ ഗോവ. ഇവിടെ കാര്യമായിട്ട് ചർച്ച്, ടെമ്പിൾ ഇതൊക്കെ തന്നെയാണ്, മെയിനായിട്ട് ചർച്ച് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പോണ്ടാന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്, അവിടെയും ടെമ്പിൾ എന്തോ കാര്യമായിട്ടുള്ളത്. ഞാൻ
പഞ്ചിൽ നിന്ന് ബസ് കയറുന്ന സമയത്ത് ഒരു ലേഡിനോട് ചോദിച്ചിരുന്നു. നല്ല കൂളായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ചില ആളുകളൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ടാവും. ഈവൻ പിന്നെ നേരത്തെ ഞങ്ങൾ കടയിൽ കയറിയില്ല ഒരു ലേഡീൻ്റെ പഴം വാങ്ങാൻ. ആ കടയിൽ എന്തില്ല, ഗൂഗിൾ പേ ഇല്ലാത്തൊരു കട ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ബാക്കി എല്ലാ പെട്ടിക്കടയിലും, ഈ കാണുന്ന പെട്ടിക്കടയിലൊക്കെ GPay ഉണ്ടാവും, അല്ലെങ്കിൽ ഫോൺ പേ ഏതെങ്കിലുമൊക്കെ ഒന്നായിട്ടുണ്ടാവും മണി ട്രാൻസ്ഫർ ചെയ്യാൻ. അവിടെ ഇല്ല. അപ്പോൾ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തു. ആ ഗോവൻ്റെ ഒരു ട്രഡീഷണൽ മാംഗോ ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങിയത്. ഞാൻ പറഞ്ഞില്ല നല്ല എക്സ്പെൻസീവ് ഉള്ള, അതൊക്കെ തിരിച്ചു കൊടുത്തു. ഈ പഴം വാങ്ങി പ്രോട്ടീൻ സേവ് ചെയ്യാം, എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഉണ്ട് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റിൻ്റെ കയ്യിൽ ഈ മാല, പിന്നെ അതേപോലെ തന്നെ ക്യാൻഡിലൊക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ താങ്ക് യു. അപ്പോൾ മൂപ്പരുടെ ക്യാൻഡിൽ, പിന്നെ അതേപോലെ തന്നെ മാലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ചർച്ചിൽ കൊണ്ട് നമ്മൾ ചാർത്തലാണ്. ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. മുസ്ഫർ വേണ്ടാന്നും പറഞ്ഞ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് കിട്ടും, വെറുതെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ചർച്ച ഉണ്ടല്ലേ. ഇവിടെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു മമ്മി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ നേരെ പോയി നോക്കട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. സംഗതി ഒന്നിന് 50 രൂപയാണ്. പക്ഷെ 50 രൂപക്കുള്ള മുതലൊന്നുമില്ല. പക്ഷെ ടേസ്റ്റിയാണ്. ഗോവത്തെ ഒരു സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ നോക്കാം. लेकिन अच्छा है, टेस्ट अच्छा है। मम्मी डैडी को अंचो फैमिली गिफ्ट। आप किधर से? मलयालम पता है आपको? पश्चिम मलयालम। आप किधर से? आपका देश किधर? उत्तर प्रदेश। ഓക്കെ അഞ്ചാത്തെ ഇതാണ് എൻട്രി. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പഴയ കിടിലൻ ചർച്ച കേട്ടോ. അതിൻ്റെ ബിൽഡപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക, കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ഒരുപാട് കാലങ്ങൾക്ക് മുന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു മമ്മി കാര്യങ്ങൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി പോയി നോക്കാം. ഇവിടെ ഉണ്ടാകും നല്ല രണ്ട് മരങ്ങൾ. ശ്രദ്ധിച്ചാൽ മസൂറ, നല്ല വലുപ്പമുണ്ട്. ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്ഥലം ആകാശത്തിൽ വലിയൊരു ഇവിടെ. പിന്നെ ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ. നല്ല 1.5 ചർച്ചാണ്. അവിടെ ആയിരുന്നു എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല, നേരെ എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ചർച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സാൻ ഫ്രാൻസിസ്കോൻ്റെ മമ്മി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ്, ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബസേലിക്ക ഓഫ് ബോം ജീസസ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു പഴയ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. പുതിയ നമ്മളെ നാട്ടിലെ ചർച്ചിൻ്റെ ഉൾഭാഗം കറക്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കണ്ട ഒരു പരിചയമുണ്ട്. ഇനി ഇവിടെ നേരെ അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ പുതിയ ചർച്ചും ഉണ്ട് കേട്ടോ. ഇത് പഴയ ചർച്ചാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണണം എന്നുള്ള ചെറിയൊരു ആഗ്രഹമുണ്ട്. പോയി നോക്കാം. ഇതാണ് കേട്ടോ ചർച്ചിൻ്റെ ഉൾഭാഗം. ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കലാണ്. നമുക്ക് സന്ദർശകർക്ക് വേണ്ടി കാണാൻ വേണ്ടി ഇത് നിന്നിട്ട് കാണുകയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ശരിക്കും നല്ല സൈലൻസ് വേണം കേട്ടോ. അതാണ് ഞാൻ കൂടുതൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പറയുന്നത്. നോക്കില്ലേ, വലിയൊരു പള്ളിയാണ് ഉൾഭാഗം. ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചർച്ചിൻ്റെ ഉൾഭാഗം. ഇവിടെ കൂടുതൽ ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലും ആളുകൾ കാര്യങ്ങൾ നോക്കുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, നോ പ്രോബ്ലം. ഇതൊക്കെ വലിയൊരു ആളാണ്. എന്താ സ്ഥലമൊക്കെ വരാനുള്ളത് അടിപൊളി കേട്ടോ. ഇത് ശരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഒരുപാട് കാലം മുന്നുള്ളതാണ്. പിന്നെ ഇവിടെ എന്തോ ഒരു മമ്മി എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും പറ്റുകയാണെങ്കിൽ കാണണം. ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ബെഞ്ചുകളുണ്ട്, ആസ് യൂഷ്വൽ എല്ലാ ചർച്ചിലും കാണുന്ന പോലെ തന്നെ. പിന്നെ ഇവിടെ ഇതെന്തോ സൈലൻസ് എന്തോ വേണമെന്ന് പറയുന്നുണ്ടല്ലേ, കാരണം മാരേജൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. പൊതുവെ ക്രിസ്ത്യൻസിൻ്റെ മാരേജൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അതാണ് അവിടെ മനസ്സിലാവുന്ന പോസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. നോക്ക്, അടിപൊളി കേട്ടോ. അവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണത്തിൻ്റെ കളറിൽ ഒരുപാട് സംഗതികളുണ്ട്. ഈ ഏരിയ നോക്ക്. ഓഫറിങ്സ് ഇവിടെ നമുക്ക് സംഭാവന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓഫറിങ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്തോറും ഇവിടെയൊക്കെ എന്തൊക്കെയോ കാണാൻ വേണ്ടി പ്രതിഷ്ഠിച്ച് വെച്ചു കേട്ടോ. ഇതെന്തോ ഒരു ഡ്രസ്സ് എന്തോ ഉണ്ട്. ഇവിടെ യേശുവിൻ്റെ ഒരു ചെറിയൊരു പ്രതിമ ഉണ്ട്. അവിടെ എന്തോ ഒരു ശവമഞ്ച. പിന്നെ ഇവിടെ കുരിശിലേറ്റി ഒരു ചിത്രമുണ്ട്, പ്രതിമ. അതേപോലെ തന്നെ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് കേട്ടോ അടിപൊളി. ഓരോ സംഗതികളുണ്ട്. ഈ ഒരു വാതിലിൽ നോക്കിയേ അടിപൊളിയാണ്. പിന്നെ ചില ഏരിയകളിലേക്കൊന്നും എൻട്രി ഇല്ല, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്.
ഇതെന്തോ ഒരു നല്ല കൊല്ലം പോലത്തെ മരമാണ് കേട്ടോ, പക്ക പണ്ടത്തെ മരമാണ്. പിന്നെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും കൂടി മോഡിഫൈ ചെയ്ത ഒരു ഏരിയ ആണ്. കാരണം പഴയ ചർച്ചിനോട് ചേർത്തിക്കാണ്ട് ഒരു എന്താ യാർഡ് കൊടുത്താണ്, നടുമുറ്റം. ഓക്കെ, ഇതൊരു പുതുതായിട്ട് തോന്നുന്നുണ്ടല്ലേ, പിന്നീട് ഉണ്ടാക്കിയ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നാറ് കണ്ടില്ലേ, അത് പക്കാ പഴയതാട്ടോ. അത്രയും അതിൻ്റെ ഉറപ്പുമുണ്ട്, കൺസ്ട്രക്ഷൻ തെളിയിച്ച് ഫിനിഷിങ്ങോടെ കാണിക്കണമുണ്ട്. ഇതൊരു പക്ക ഇത് നോക്ക്, ആ ഒരു കറക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഏറ്റവും ഹൈറ്റിലുള്ളത് പഴയതും അതിൻ്റെ ഈ ഒരു നടുമുറ്റം പിന്നീട് ഉണ്ടാക്കിയതാണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ. നടുവിൽ പുല്ലൊക്കെ വെച്ചാണ്ട് മോഡിഫൈ ചെയ്താണ്. സൂപ്പർ പ്ലസ് അല്ലേ. ഓക്കെ, നമ്മളിങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ മദർ തെരേസിൻ്റെ ഒരു ഫോട്ടോ, അതിന് താഴെ പ്രേ ഫോറസ് എന്ന് കൊടുത്തിട്ടുണ്ടോ. പിന്നെ മദർ തെരേസിൻ്റെ എന്തോ ഒരു കോട്ടിങ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇവിടെ ഇതിൻ്റെ മെയിൻ കണ്ടേ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ സംഗതികൾ കാണാനുണ്ട്. എന്താ അറിയില്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. പിന്നെ ഇവിടെ യേശുവിൻ്റെ ഒരുപാട് പ്രതിമ കാര്യങ്ങളുണ്ട്. മാർപ്പാപ്പൻ്റെ ഒരു പുസ്തകമാണ്. ഒരുപാട് ക്രിസ്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് കേട്ടോ, കണ്ടല്ലോ. പിന്നെ അവിടെയൊക്കെ ഒരുപാട് പ്രതിമകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രിസ്റ്റ് റെസിഡൻസി എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ ഫാദർ നിൽക്കുന്ന ഏരിയ ഉണ്ടോ, പഴയ പള്ളിയാണ്. അങ്ങോട്ടേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് തന്നെ എഴുതിയുണ്ട് ഇവിടെ എന്താ, ജീസസ് സെയ്സ് ഐ ആം ദി ഡോർ, ഹൂവർ എൻറ്റേഴ്സ് ത്രൂ മീ വിൽ ബി സേവ്ഡ് എന്നുള്ളൊരു കോട്ടിങ് അവിടെ കൊടുത്തിരിക്കണം. ഇവിടെ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ആ കോട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചരിത്ര പശ്ചാത്തലമുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇവിടെ ഓഫറിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംഭാവന കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും. നമ്മളെ പള്ളിയിലൊക്കെ കാണുന്ന പോലെ ടെമ്പിളിലും പള്ളിയാണെങ്കിലും ഈ ചർച്ചാണെങ്കിലൊക്കെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഏതൊരു കോട്ടിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തില്ലേ, ജോസ്പെൽ ഓഫ് ജോൺ എന്നാണ്. ഓക്കെ, അങ്ങനെ നേരെ നമ്മൾ പുറത്തേക്ക് എത്തി. എന്താണ്ടോ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് കാണാനുള്ളത്. പഴയൊരു ചർച്ചാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ചർച്ച് ഏറ്റവും ഭയങ്കര ചർച്ചാണ്. ഹൈറ്റൊക്കെ നോക്കിയാൽ ഭയങ്കര കൂടുതലാണ്. ഉൾഭാഗം വളരെ കുറച്ചുള്ളൂ, പക്ഷേ ഈ ഒരു ഭാഗം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഫ്രീ ആയി കിടക്കുന്ന ഏരിയയാണ്. ഞാൻ പറഞ്ഞ ആ രണ്ട് മരങ്ങളൊക്കെ നല്ല വ്യൂ ആട്ടോ, ശരിക്കും സീനറി സൂപ്പർ നൈസ്. അങ്ങനെ ആ പഴയ ചർച്ചിൽ നിന്ന് നേരെ സീബ്ര പിടിച്ചിങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ ഒരു പുതിയ ചർച്ചിലേക്ക് നമ്മളെത്തും. ഇത് ഇവിടെ ഇപ്പോൾ ഓൾഡ് ഗോവയിലെ പുതിയതായിട്ട് ഇവിടെ പുതിയ ചർച്ച എന്ന് ഒഫീഷ്യലി അറിയപ്പെടുന്ന ചർച്ച കേട്ടോ. അതിനുള്ള കറക്റ്റ് കാണുന്നുണ്ട്. സോറി, നമുക്ക് ഇവിടുന്ന് സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, ഈ ഒരു ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്താണ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇത് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. സംഗതി എന്താ വെച്ചാൽ ചർച്ച് നിൽക്കണക്കാട്ടിയും സ്ഥലമുണ്ട് ഇതിൻ്റെ സറൗണ്ടിങ്. ചർച്ച് രണ്ട് ബിൽഡിങ്ങൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കളർഫുള്ളായിട്ട് കുറച്ച് മരങ്ങൾ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മുസ്വാർ എന്ത് തോന്നുന്നു പറയടോ. അല്ല, പഴയ ചർച്ച എങ്ങനെ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായം? ഉഷാറാണല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്ന് പോയി കാണാം. ഇതാണ് കേട്ടോ ചർച്ചിലേക്കുള്ള ഉൾവശം. ഇവിടെ തന്നെ രണ്ട് പീരങ്കിയുണ്ട്. ഇവിടെ ചർച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ദ കൺവെൻറ്റ് ആൻഡ് ചർച്ച് ഓഫ് സാൻ ഫ്രാൻസിസ് ഓഫ് അസിസി. ഓക്കെ, അതിന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല, വെടിയൊക്കെ അല്ല. നോക്കട്ടെ, എൻ്റെ തല നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കടോ. ഇതിനുള്ളിൽ കൂടെ അവൻ്റെ തല കാണുന്നില്ല. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടൊരു പീരങ്കി വരുന്നുണ്ട്. പിന്നെ ഈ വേൾഡ് ഹെറിറ്റേജ് മോണ്യുമെൻറ്റ് ചർച്ചസ് ആണ് കൺവെൻസ് ഓഫ് ഗോവ. ഈ ഒരു ചർച്ചിനെ കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് ആർക്കിയോളജിസ്റ്റ് ഇതിനെ ഒരു മോണ്യുമെൻ്റ് ആയിട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാണ്. കാരണം ചുറ്റുവട്ടത്തായിട്ടൊക്കെ ഒരുപാട് ബോർഡ്സും കാര്യങ്ങളും ഹിൻസൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ സൂപ്പർ നൈസാട്ടോ. പക്ഷേങ്കിൽ ഒരു കാര്യം മനസ്സിലായത്, ആ പഴയ ചർച്ചിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വ്യൂ ഇല്ലേ, അതിനെക്കാട്ടി ഒരു കാണാൻ ഫിനിഷിങ്ങോ ഷോ ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും നടക്കുകയാണോന്നും അറിയില്ല. പുറം ഭാഗം ഉഷാറാണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഉൾഭാഗം പോരാ. ഇതിലിങ്ങനെ ഒരു ഷൗട്ടിയിട്ടുണ്ട്, നേരെ അവിടെ പോവാം. നമ്മൾ ഷൂ ഇട്ടുകൊണ്ട് അവിടെ പോകുന്നില്ല. ഓക്കെ, ഇതിനൊക്കെ ഇതിങ്ങനെ ചെറിയ ചെറിയ ബാൽക്കണി വരുന്നുണ്ടോ. മറ്റേ ചർച്ചിൽ മുഴുവൻ അങ്ങനെ നീണ്ടു കിടക്കുന്ന ബാൽക്കണിയാണ്. ഇതിങ്ങനെ സെപ്പറേറ്റ് ബാൽക്കണികളാണ് വരുന്നത്. ഈ ഒരു ഏരിയയിലുണ്ട്. ഈ ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതാ ഇവിടെ നിന്ന് കാണാം. അതന്നെ ഇവിടെ സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്തായാലും
ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഇവിടുന്ന് ഒരു സ്പെഷ്യൽ എന്തോ സാധനം ബൈസ്കാൻ गोवा चॉकलेट नल्ला सा गोवा ചോക്ലേറ്റ് കൊള്ളാം കുഴപ്പമില്ല इसमें क्या डालते हैं इसमें चॉकलेट खजूर काजू हाँ खजूर डालते हैं खजूर अंजीर इसको कितना है एक पीस को वरना 50 രൂപ 3 100 രൂപ വാങ്ങണം ഞാൻ മമ്മി ഡാഡി വീട്ടിലൊക്കെ അടിക്കടാ മമ്മി ഡാഡിക്ക് വാങ്ങിച്ചോ മൂപ്പര് നല്ല മലയാളം കറക്റ്റ് പറയുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ആശ്വാസം കിട്ടും എന്നാ ഇവിടെ നിന്ന് ये क्या हाँ उनको देने का क्या 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 अंदर है देखो सामने कोई सा भी लो इसमें भी कितना है मैंगो आमरस मैग्नम कोन लेमन ब्लास्ट लेमन छोड़ के ऑरेंज आएगा भैया हो गया ओके सर ഇവിടെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഈ ചാർട്ടിലുള്ള എല്ലാ സംഗതികളും മൂപ്പര് കാണിച്ചു തരുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് എടുത്തോ സാറേ मैंगो जी पे चॉको ഇനിയിപ്പോൾ നമ്മളിത് വാങ്ങിയതിന് ശേഷം ഇവിടെ നേരെ പോകാനുള്ളത് അവിടെ ഒരു ടവർ ചർച്ച് വരുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു 150 മീറ്റർ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ കാണേണ്ട ഒരു മരം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ പോകണം എക്സ്പ്ലോർ ചെയ്യണം അത് തന്നെയാണ് ഓൾഡ് ഗോവയിൽ കാര്യമായിട്ടുള്ളൂ പിന്നെ പോണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോകണം പോണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണല്ലേ പോണ്ട എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരാണ് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അവിടെ പോകാനുള്ള പ്ലാൻ ഉണ്ട് സമയം ഉണ്ടെങ്കിൽ അവിടെ പോകും ഇതെന്താ സംഗതി മനസ്സിലായോ ഇത് ടാറ്റു ആണ് ടാറ്റു ആണോ ഇത് പല രൂപത്തിലുള്ള ടാറ്റുകളുണ്ട് इसको कितना है डिज़ाइन डिपेंड सर हाँ तो महंगा कितना है 500 रुपीज़ 500 सबसे ज़्यादा सस्ता कौन सा 50 रुपीज़ अच्छा 50 മുതൽ 500 तक है 500 വരെ ഉണ്ട് കേട്ടോ ഇതിൽ പല 50 से लेके 500 तक अच्छा 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 ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോയ സ്ഥലത്തൊക്കെ ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട് ടാറ്റു ചെയ്ത് തരും നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ടാറ്റു ചെയ്ത് തരും ഞാനിതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു ഡെസ്കിൽ വെച്ചിട്ട് വിൽക്കുന്ന ആദ്യമായിട്ട് കണ്ടു അവിടെയുണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല പിന്നെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ പറ്റി ഇതൊക്കെ പല പല ഡിസൈനുകളാട്ടോ ഇതുണ്ടല്ലേ ഒരുപാട് ഡിസൈനുകളുണ്ട് 50 മുതൽ 500 വരെയുള്ള പല ഡിസൈനുകളിലായിട്ടുള്ള സംഗതികളാണ് അപ്പം ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈമലോ കാൽമലോ എവിടെ വെച്ചാൽ അടിച്ചു തരും എന്തായാലും ഹാവ് നോ ഇൻട്രസ്റ്റ് ഓക്കെ താങ്ക് യു ഭയ്യ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളെ ടവർ ചർച്ച് ഉണ്ട് ഒന്ന് ചോദിക്കാൻ കേട്ടോ ഇത് അവിടെ നിന്ന് കണ്ടിരുന്നു ഇപ്പോൾ കാണുന്നില്ല ഉണ്ടോ ടവർ ചർച്ചിലേക്കുള്ള വഴി അപ്പോൾ ഞാൻ ഇവിടെ ഒരു കച്ചവടക്കാരനെ കണ്ട് ഇവിടെ നിന്നാട്ടോ അതുകൊണ്ട് अच्छा इसको ये बॉक्स को कितना है इसका 500 ഞാൻ ये ഓപ്പൺ करके दिखो ഞാനിത് വാങ്ങിയതാട്ടോ ഇവിടുന്ന് ഒരു ബോക്സ് ഞാൻ വാങ്ങി ये ഓപ്പൺ करके दिखो ഇത് ശരിക്കും 200 രൂപ കേട്ടോ വീട്ടിൽ ആർക്കും എന്ത് കൊടുക്കണ്ടേ ഗോവയിൽ പോയിട്ട് എന്ത് കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു സാധനം എടുത്ത് കൊടുക്കും പിന്നെ അതേപോലെ ഇന്നലെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സും വാങ്ങിയിരുന്നു 5 ബോക്സിന് 200 രൂപ അപ്പോൾ അതേപോലെ ലേഡീസിൻ്റെ ഒക്കെ ഒരുപാട് ഗാർമെൻറ്റ്സ് കാര്യങ്ങളുണ്ട് ഇത് നോക്കി इसको भी सीसल चाहिए सेट आता है 2 सेट अच्छा अच्छा सब लोग यूज कर सकते हैं छोटे बड़े अच्छा ये बॉक्स को कितना है इसका 500 കം കറോ ഞാൻ എന്തായാലും ഈ ഒരു സാധനം വാങ്ങി ഇതൊന്ന് തുറന്നു ഇതുണ്ടോ ഇങ്ങനെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ താഴെയുണ്ട് കുറച്ച് ബോക്സ് വരുന്നത് ഇത് ഏതെങ്കിലും ഞാൻ വീട്ടിൽ വാങ്ങിയിട്ടുണ്ടോ ഇത് 500 ആണ് കുറച്ച് ഓവറാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഈ ആൾക്ക് കം കറോ 450 है बस ഞാനിത് മാത്രം വാങ്ങിയിട്ടില്ല 450 ആണ് ഇത് മാത്രം വാങ്ങിയത് പിന്നെ നേരെ നമ്മൾ ഇനിയിപ്പോൾ ചർച്ച കാണാൻ പോവാം